ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊവാസ് ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ അലീനയുടെയും മണിശങ്കറിൻ്റെയൊക്കെ അടിപൊളി നാളത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ? നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ടേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അങ്ങനെ നമ്മുടെ വൈജയന്തിക്ക് ഇടിവെട്ട് പണികളാണ് കേട്ടോ വരുന്നത്. കാരണം വൈജയന്തിയുടെ മനസ്സിൽ വൈജയന്തിക്ക് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതായത്, ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, അലീന വീട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞാൻ വരച്ച വരയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന ഒരു രീതിയായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. പക്ഷെ എല്ലാം തെറ്റാണെന്ന് വൈജയന്തിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവേണം. കാരണം വീട്ടിലെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ മൊത്തത്തിൽ മാറി. കുട്ടികളിലും അവരുടെ രീതി, പഠിത്തം, അതുപോലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വീടിന്റെ അടുക്കും ചിട്ടയൊക്കെ തന്നെ ആകെ ഇതുവരെ വൈജയന്തി കാണാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. വൈജയന്തി ഇതെന്തായാലും ഒന്ന് മാറ്റി മറിക്കണം. ഈ രീതി പോയാലേ ശരിയാവില്ല. കണ്ടില്ലേ അവളുടെ ഓരോ ചിട്ടാവട്ടങ്ങള്, ഞാൻ മാറ്റി കാണിച്ചു തരാം എന്നൊരു തീരുമാനം വൈജയന്തി എടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അലീനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ വന്നല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ഔതക്കുട്ടിച്ചായന്. കാരണം അലീനയെ കണ്ടു, തന്റെ ചിന്നമ്മ തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. എന്തായാലും വന്ന് അലീനയും കൂടെ കൂട്ടി എങ്ങോട്ടെങ്കിലും നാട് കടത്താന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ വന്നത്. പക്ഷേ പുലി പോലെ വന്നെങ്കിലും എലി പോലെ ചുരുണ്ടുവാള്. അങ്ങനെ അലീനയെ ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. കാരണം സംസാരങ്ങളും തമാശകളും പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര കൂട്ടായി. അപ്പൊ അലീന ചോദിച്ചു, ഓ അപ്പച്ചൻ എന്തായാലും ഇവിടെ നിൽക്കുന്നത് എനിക്ക് സമാധാന. ഇച്ചിരി നേരമെങ്കിലും ഒന്ന് മിണ്ടാനും പറയാനും ഒരാളായല്ലോ. അതെന്താ മോളെ, സ്റ്റാൻലി നിന്നോടൊന്നും മിണ്ടില്ലേന്ന് ഔതക്കുട്ടിച്ചായൻ ചോദിക്കണം. മിണ്ടും മിണ്ടും വല്യപ്പച്ച, ആകെ അതും തൂക്കി അളന്നു ആകെ മിണ്ടണത്. ഇച്ചിരി നേരം മിണ്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഔതക്കുട്ടിച്ചായന് ഭയങ്കര ചിരി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഔതക്കുട്ടിച്ചായൻ നേരെ നമ്മളെ സ്റ്റാൻലിയുടെ അടുത്ത് പോവുകയാണ്. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, അല്ല അപ്പച്ച, അപ്പച്ചൻ എപ്പോഴാ പോണത്? ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അല്ലടാ ഓയ്, ഞാൻ ഇന്നിപ്പോ എന്തായാലും പോണില്ല. ഇനിയിപ്പോ 2 ദിവസം എങ്ങാണ്ട് ഇവിടെ നിക്കാം. എന്തായാലും ഇന്ന് പലീനെ മോളെയൊക്കെ കണ്ടല്ലേ ഉള്ളൂ. അപ്പൊ അപ്പച്ച കുറച്ചു മുന്നേ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, വിട്ടിട്ടേ എനിക്ക് ഇനി സമാധാനം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? പക്ഷെ അവള് പാവോടാ, അവൾ ഇവിടെ നിന്നോട്ടെ. നിന്റെ അമ്മച്ചിയിലെ ചിന്നമ്മ, അവള് തന്നെ എത്രയോ വർഷമായി, 10-22 വർഷമായി എൻ്റെ ചിന്നമ്മയെ ഞാൻ എൻ്റെ കണ്ണില് കണ്ടിട്ട്. പക്ഷെ ഇന്ന് എവളെ കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സിലും കണ്ണിലും ഒക്കെ ചിന്നമ്മയുടെ ഓർമ്മ. നമ്മുടെ അമ്മച്ചി, നിന്റെ അമ്മച്ചിയെ വാർത്തു വെച്ചിരിക്കണ പോലെ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ല എന്ന് പറയണ കേട്ടോ അത് കുട്ടിച്ചാൻ. അപ്പൊ സ്റ്റാൻലിക്ക് മനസ്സിലായി, അപ്പച്ചൻ എന്തായാലും അലീനയെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു തൻ്റെയുടെ മുഷ്കും ഒക്കെ മാറ്റും എന്നുള്ളത് സ്റ്റാൻലിക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാൻലി മിണ്ടാതെ അലീനയുടെ അടുത്ത് നേരെ ഔതക്കുട്ടിച്ചായനെയും കൊണ്ട് പോയത്. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, എന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇനി പോണുള്ളൂ. ആയിക്കോട്ടെ അപ്പച്ചാന്ന് പറഞ്ഞു. അപ്പം ഔതക്കുട്ടിച്ചായൻ പുറത്ത് നിന്ന സമയത്ത് അലീന വന്നിട്ട് ചോദിച്ചു, അല്ല അപ്പച്ച, അപ്പച്ച ഇന്ന് എന്നെ പോകുമെന്ന് ചോദിച്ചു. ഇല്ലടി മോളെ, ഞാൻ ഇവിടെ 2 ദിവസം എന്തായാലും ഉണ്ടാവും. അതുപോലെ സമാധാനായി. എൻ്റെ അപ്പച്ചനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയായിരുന്നു. ഇനി 2 ദിവസത്തേക്ക് സമാധാനമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഔതക്കുട്ടിച്ചായന് സമാധാനമൊക്കെ വേണം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൗലോസിന്റെ ഫുഡും ഉണ്ടാക്കലൊക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻലിക്ക് കുറച്ച് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അലീന അതുകൊണ്ട് വലിയ സംസാരമൊന്നും സംസാരിക്കാനായിട്ട് ഇരുന്നില്ല. കാരണം അപ്പച്ചൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് വല്യപ്പച്ചൻ. അപ്പം അലീന നോക്കുന്നുണ്ട് സ്റ്റാൻലിയുടെ മുഖത്ത്. സ്റ്റാൻലി തുറിച്ച് നോക്കേണ്ട വല്യപ്പച്ചന്. അപ്പം സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ച ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുക, നീ ഒന്ന് പോടാവേ മോളെ, നീ പറഞ്ഞേടി മോളെ എന്ന് പറഞ്ഞിട്ട് വല്യപ്പച്ചൻ ഭയങ്കര കോമഡി അടിക്കാൻ കേട്ടോ. അപ്പൊ അലീന ചിരിക്കുന്നുണ്ട്. അലീനയ്ക്ക് ഉള്ളിലൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. കാരണം പപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെതായ ഒരു ഇതായിട്ട് കഴിക്കണം എന്നുള്ളതാണ് സ്റ്റാൻലിയുടെ ഒരു ഡിസിപ്ലിൻ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞും ചിരിച്ചൊക്കെയാണ് കഴിക്കണത്. പിന്നെ സ്റ്റാൻലി നോക്കുമ്പോഴേ, അതെ അപ്പച്ചന്റെ കാര്യ, ഇനിയിപ്പൊ അലീനയുടെ മുമ്പിൽ വെച്ച് എന്നെ എങ്ങനെ
ചീത്ത പറഞ്ഞാലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കാം, അതാ നല്ലതെന്ന് കരുതി സ്റ്റാൻലി ഭയങ്കരമായിട്ട് ക്വയറ്റ് ആയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കൃഷ്ണമോളും ബബിതയൊക്കെ നേരെ അടുക്കളയിൽ കയറിയാണ്. അങ്ങനെ അവര് പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് കിച്ചണിലോട്ട് കയറുന്നത്. അങ്ങനെ ചോറ് വെക്കുന്നുണ്ട്, കറി ഉണ്ടാക്കുന്നുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പിടിപ്പത് പണിയാണ്. രണ്ടുപേരും ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അവരുടെ ഒരു രീതി അനുസരിച്ചിട്ടാണ് അവർ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ സമയത്ത് കാണാൻ നമ്മുടെ രോഹിത് ഉട്ടൻ അങ്ങോട്ട് കടന്നു വരികയാണ്. രോഹിത് വന്നു കഴിഞ്ഞാലാണ് സമയം പോണത് അറിയില്ല. കാരണം അവന്റെ ഓരോ തമാശയും കുസൃതികളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പൊ ബബിത ഇടയ്ക്കിടയ്ക്ക് രോഹിത്തുമായിട്ട് അടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം രക്ഷയില്ല, ഇങ്ങനെ കിടന്ന് രോഹിത്ത് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, അതെ ദേ കുറച്ചു നേരത്തേക്ക് ഒന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകാവോ, ഈ പണിയൊന്ന് തീർത്തിട്ട് എനിക്ക് കോളേജിൽ പോകണം. ആനി നീ പോക്കോ എന്ന് രോഹിത് പറഞ്ഞു. അതെ ഇങ്ങനെ ചലച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണേ? അപ്പൊ രോഹിത് പറഞ്ഞു, നീ പോടി കൃഷ്ണ പറയടി മോളെ, എന്നിട്ട് എന്താടി പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബബിതേനെ ഇട്ട് ദേഷ്യം പിടിപ്പിക്കാനായിട്ടോ കൃഷ്ണമോളും രോഹിത്തും കൂടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബബിത എന്ത് ചെയ്തു, ഒരു പപ്പടം എടുത്തുകൊണ്ട് വന്നിട്ട് രോഹിത്തിന്റെ വായിലിട്ട് അങ്ങോട്ട് കുത്തിക്കയറ്റി. അതെ കുറച്ചു നേരത്തേക്ക് ആ വായൊന്ന് അടച്ചു പിടിക്കുക, അപ്പോഴെങ്കിലും കുറച്ചു നേരം പണിയൊന്ന് തീരും എന്റെ എന്നും പറഞ്ഞുകൊണ്ട് ബബിത ആക്കിന്. ആ സമയത്ത് രോഹിത് കൈ കിട്ടി എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് ബബിതേനെ ഓടിക്കാനായിട്ടോ. അപ്പൊ ഈ സമയം നമ്മുടെ വൈജയന്തി മേഡം എഴുന്നേറ്റ് ഫ്രഷ് ആയൊക്കെ വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് കിച്ചണിൽ തകൃതിയായിട്ട് അങ്ങോട്ട് പണിയടക്കുകയാണ്. അപ്പൊ വൈജയന്തി നോക്കിയപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് അലീന മേഡത്തിന്റെ രീതി അനുസരിച്ച് ഓരോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ബബിത ഓടിക്കൊണ്ട് വരണത്. തൊട്ടു പിന്നാലെ രോഹിത് എന്തോ സാധനം വെച്ച് ബബിതയെ തല്ലാനായിട്ട് ഇങ്ങനെ വരാണ് കേട്ടോ. അപ്പം വൈജയന്തിയെ കണ്ടതും ബബിത പെട്ടെന്ന് അവിടെ സ്റ്റോപ്പായി. അപ്പോഴേക്കും രോഹിത്തും സ്റ്റക്ക് അടിച്ചെനക്ക് അവിടെ നിന്നു കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ഇതെന്താ ചന്തയാണോ? അപ്പൊ ബബിത മുഖം പതുക്കെ ഇങ്ങോട്ട് മാണ്ടിയിട്ട്, ഒന്നുമില്ല അമ്മയ്ക്ക് എന്താന്ന് ചോദിച്ചു. അല്ല അടുക്കളയിൽ നിന്നിട്ട് എന്നെ ഇവിടെ ഇവിടെ ഓടിക്കളിയാണോ, ഇതൊക്കെയാണോ ഇപ്പോഴത്തെ രീതി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബബിത പറഞ്ഞു, അല്ലെ രോഹിയേട്ടൻ എന്നെ ഏതാണ്ട് വെച്ച് അടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിയത് അമ്മയെന്ന് പറഞ്ഞു. എന്തോട്ടം? അതെ നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലേന്ന് ചോദിച്ചു. പഠിക്കാനുള്ളതൊക്കെ ഞങ്ങൾ സമയത്ത് പഠിച്ചു, പിന്നെ പഠിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് അടുക്കളയിൽ നിൽക്കുവോ, അമ്മ എന്ത് ചോദിക്കുന്നതെന്ന് ബബിത പറഞ്ഞു. ഒരു അടുക്കള പണിക്കാര്, അവള് പഠിപ്പിച്ചെന്നായിരിക്കും അല്ലെ നിന്റെയൊക്കെ മറ്റവള്. എടി നിനക്കൊക്കെ നാണമുണ്ടോ? പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഇവിടെ അടുക്കള ജോലി ചെയ്യാനേ സർവന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സർവന്റിനെ വെക്കും. പിന്നെ അമ്മ വരുന്നതിന് മുന്നേ ഇവിടെ സർവന്റിനെ വെച്ചിട്ടല്ലേ ഞങ്ങൾ അലീന ചേച്ചിയുടെ ഒപ്പം ചേർന്ന് ഷെയർ ചെയ്ത് തന്നെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നതെന്ന് ബബിത പറയും. ഈ സമയത്ത് രോഹിത് തുറിച്ചൊരു നോട്ടം നോക്കിയാണ്. അമ്മയ്ക്ക് എപ്പോ നോക്കിയാലും അലീന ചേച്ചിയെ കുറ്റം പറയാനേ അമ്മയ്ക്ക് നേരമുള്ളൂ. ആ സമയം കൃഷ്ണമോള് വന്നിട്ട്, അതെ ഇത്രയും നാളും അമ്മ അവിടെ നിന്ന് ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞല്ലോ, ഇവിടെ ഞങ്ങളെ എന്ത് കഴിച്ചു അല്ലെങ്കിൽ വല്ലതും കഴിച്ചോ എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്നൊന്നും അമ്മ ഇതുവരെ തിരക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴാണോ അമ്മയ്ക്ക് ഭൂതോദയം വന്നേന്ന് ചോദിച്ചു. അതിന് നിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഒരു ഭൂലോക രംഭ ഉണ്ടായിരുന്നല്ലോ. ദേ അമ്മേ, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയി, ഇനി അമ്മ അലീന ചേച്ചിയെ കുറ്റം പറയണ എന്തിനാ? കാരണം ബബിതയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എപ്പോ നോക്കിയാലും അലീനയെ കുറ്റം പറയാനേ വൈജയന്തി വാ തുറക്കുള്ളൂ. നിനക്കെന്താടി അവളെ പറഞ്ഞപ്പോ അങ്ങ് പൊള്ളിയോ? എനിക്ക് പൊള്ളും. അമ്മയുടെ സൂക്കേട് തീർക്കാനുള്ള സ്ഥലമല്ല, അമ്മയുടെ കാര്യം നോക്കിയോ, ഇവിടെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബബിതയും കൃഷ്ണമോളും പോവാണ്. അപ്പൊ രോഹിത്തും അതിന്റെ പുറകെ പോവാണ്. വീണ്ടും അവരെ പുറകെ പിടിക്കാനായിട്ടോ നമ്മുടെ വൈജയന്തി ചെന്നിട്ട് നോക്കുമ്പം ചോറൊക്കെ ആയി, ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ അടുക്കള പണികളും ഒരു ഇതൊക്കെ തീർന്നു കേട്ടോ. അപ്പം വൈജ പറഞ്ഞു, എടാ രോഹിത് നിനക്ക് നാണാവണല്ലേ, ഈ പെണ്ണുങ്ങൾ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുമ്പോ നീ എന്തിനാ ഇതിന്റെ ഇടയിൽ കയറി നിൽക്കണേ? അപ്പം ബബിത പറഞ്ഞു, അതെ രോഹിയേട്ടനും കൂടെ ഇടയ്ക്ക് കിച്ചണിൽ ഞങ്ങളെ സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ രോഹിയേട്ടൻ, എടാ നീ പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യനല്ലേ, നിനക്ക് കുറച്ച് നാണവും അഭിമാനവും ഒക്കെ വേണ്ടേ? അപ്പോഴേക്കും ഇതോ അവള് പഠിപ്പിച്ചെന്നേ ഇരിക്കും. അപ്പോഴത്തേക്കും ബബിത കൃഷ്ണമോള് പറഞ്ഞ്, അതെ രോഹിയേട്ടൻ ഇപ്പൊ ഒരുവിധം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ രോഹിയേട്ടനും ചെയ്യുന്നുണ്ട്, അലീന ചേച്ചി പഠിപ്പിച്ചു കൊടുത്തതാ. എന്ത് പറഞ്ഞാലും അലീന ചേച്ചി വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യം പറയണ്. അതെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും എല്ലാം ഡിസിപ്ലിൻ, ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇതൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം അലീന ചേച്ചിയുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അലീന ചേച്ചിയാണ് ഞങ്ങളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചത്. ഇന്ന് വരെ അമ്മ ഞങ്ങളെ ഒരു ചിട്ടകളും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു.
അമ്മ എടി ഇവിടെ എനിക്ക് പണ്ട് മുതലേ ഇവിടെ അടുക്കള കാര്യങ്ങളും വീടിന്റെ ക്ലീനിങ്ങും എല്ലാം നോക്കണത് സർവന്റാ, അല്ലാണ്ട് ഞാനല്ല. അപ്പം ബബിത പറഞ്ഞു, ആ അതാ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് നേരെ ചൊവ്വേ വല്ല കറിയോ ചോറോ ഒക്കെ ഉണ്ടാക്കി തരാൻ അമ്മയെ കൊണ്ട് കഴിയോ, അല്ലെങ്കിൽ ഉണ്ടാക്കി തന്നാലോ വായിൽ വെക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പം വൈജയന്തിക്ക് അടി കിട്ടി കണക്കായി പോയില്ലേ. ബബിതയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. വൈജ എന്ത് പറയണോ അതിന്റെ മറുപടി അപ്പ തന്നെ കൊടുക്കാനായിട്ടാണ് നമ്മുടെ ബബിത നിൽക്കണത് കേട്ടോ. ഇത് കേട്ടപ്പം ഞാൻ നിന്നെയൊക്കെ ശരിയാക്കി കാണിച്ചു തരാം, അതെ ഈ രീതി ഇവിടെ പറ്റൂല, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നേരെ ബാലചന്ദ്രന്റെ റൂമിലോട്ട് പോവുകയാണ് വൈജ. അപ്പം ചെന്നപ്പോ ബാലേന്ദ്രൻ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എഴുതിക്കൊണ്ടു എന്തോ ഇരിക്കുകയായിരുന്നു. അപ്പൊ വൈജ പറഞ്ഞു, അതെ എനിക്ക് ഈ വീട്ടിലേക്ക് ഒരു സർവന്റിനെ വേണം. അപ്പം ബാലേന്ദ്രൻ ഒന്ന് നോക്കി, അതെ ആ അലീനെ പോലെയുള്ള ഒരുത്തിനെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നന്നായി, അതെ അലീനെ പോലെയുള്ള ഒരുത്തിയെ നിനക്ക് വേണം, അതെ അലീനെ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നാൽ കൂടി അവളെ നിനക്ക് ഇനി കിട്ടാൻ പോണില്ല. അതെ ഈ സർവന്റ് എന്തിനാ ഇവിടെ ഈ വീട്ടിൽ എന്തിനാ സർവന്റ് എന്ന് ചോദിച്ചു. അതെ കുട്ടികൾക്കൊക്കെ ഒത്തിരി പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, രാവിലെ എണീറ്റും വൈകിട്ടും വന്ന് കുട്ടികൾക്ക് അടുക്കളയിൽ കിടന്ന് പണിയാൻ പറ്റുമോ. അതെ നീ വരുന്നതിന് മുന്നേ ഈ പറയണ അടുക്കളയിൽ എൻ്റെ മക്കള് തന്നെയാണ് എല്ലാം ചെയ്യുകയും വീട് ക്ലീനിങ്ങും എല്ലാം അവരവരുടേതായ ഒരു രീതി അനുസരിച്ച് എന്നെ പൊക്കോണ്ടിരിക്കണം. ഇപ്പൊ ആ സർവന്റിന്റെ ആവശ്യമില്ല. ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ തന്നെ വെക്ക്, ഭവാനി ചേച്ചിയോ അല്ലെ മറ്റേ ഗോമതി ചേച്ചീനൊക്കെ പോലെ ഏതെങ്കിലും ചേച്ചിമാരെ നീ വെച്ചോ, എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. പക്ഷെ അലീനെ പോലെ ആകില്ല. പിന്നെ നീ അലീനയുടെ കാര്യം ചോദിച്ചല്ലോ, അലീനെ ഇപ്പൊ നല്ല രാജകുമാരിയെ പോലെ ഒരു വീട്ടിൽ കഴിയാ. അത് കേട്ടപ്പം വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യമാണ്. പിന്നെ രാജകുമാരി ഇടിവെട്ടി എനക്ക് വൈജയന്തി നിൽക്കുകയാണ്, പറഞ്ഞത് അബദ്ധമായി എന്ന രീതിയിൽ. പിന്നെ എൻ്റെ മക്കള് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അലീനെ പഠിപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോയിക്കണത്. ഒരു ചായ ഉണ്ടാക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും വീട് എങ്ങനെ വൃത്തിയാക്കണമെന്നും മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഒക്കെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ അലീന പോയിക്കണെന്ന് പറഞ്ഞു. പിന്നെ അലീന എൻ്റെ മക്കളെ ഏത് രീതിയിൽ വളർത്തണമെന്നും എങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെ എനിക്കറിയാം. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഓ അത് കുറെ നാള് മുന്നേ 3 മക്കളുടെ കാര്യത്തിൽ ഞാൻ കണ്ടേക്കണതാ, അതുകൊണ്ട് നീ വലിയ വർത്താനം എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട, നീ പോയി നിന്റെ പണി നോക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി നാണം കെട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എന്ത് ചെയ്യണോന്നറിയില്ല, ആകെ ഇടിവെട്ടി എനക്കുള്ള ഒരു അവസ്ഥയായിപ്പോയി. വൈജയന്തി തീരുമാനിച്ചു, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് നല്ലൊരു സെർവന്റിനെ വീട്ടിൽ കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനം വൈജയന്തി എടുക്കുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വൈജയന്തി ചെയ്യണം. അപ്പൊ ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി അവിടെ അപ്പച്ചനും അലീനയും ഭയങ്കര സംസാരവും ചിരിയും തമാശയൊക്കെയാണ് കേട്ടോ. അലീനയ്ക്ക് വല്യപ്പച്ചൻ വന്നതിൽ പിന്നെ സമയം പോണത് അലീന അറിഞ്ഞിട്ടേ ഇല്ല. ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അലീന ഇത്രയും ഒരു ഹാപ്പി ആയിട്ട് നിൽക്കണത് കേട്ടോ. അപ്പോഴേക്കും വൈകിട്ടത്തെ ഡിന്നറൊക്കെ കഴിക്കാൻ ടൈമായി. അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു. എല്ലാ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അപ്പച്ചനും അലീന സ്റ്റാൻലിയൊക്കെ ഒരുമിച്ച് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് അലീനയൊക്കെ റൂമിൽ പോയി കിടക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് സ്റ്റാൻലി നമ്മുടെ അപ്പച്ചനോടും അതുപോലെ അലീനയുടെ അടുത്തും പറഞ്ഞു, നാളെ രാവിലെ എഴുന്നേക്ക് കേട്ടോ, നമുക്ക് തോട്ടം കാണാനൊക്കെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ബൈജു ഇത് കേൾക്കുന്നുണ്ട്, കാരണം അവിടുത്തെ ഡ്രൈവർ ആണല്ലോ ബൈജു. അപ്പൊ അലീന ഓക്കെ ഓക്കെ പപ്പാന്ന് പറഞ്ഞ് റെഡി ആവണേ. അപ്പോഴത്തേക്കും നമ്മുടെ അവതക്കുട്ടിച്ചാൻ, എടാ പോയി ഞാനും ഉണ്ട് കേട്ടോ, അപ്പച്ചനും പോര് എന്ന് സ്റ്റാൻലി പറയണ്. അങ്ങനെ കിടന്നുറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് അലീനോട് ചായയൊക്കെ കുടിച്ചു, അപ്പച്ചനും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ സ്റ്റാൻലി ഒക്കെ റെഡി ആയിട്ട് എല്ലാം സെറ്റ് ആവുകയാണ്. അപ്പൊ നമ്മുടെ ബൈജു പൗലോസിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുളിച്ച് റെഡിയാ സെറ്റായി, ഇന്നും കണ്ട വലിയ മുതലാളി സാബ് പറഞ്ഞിരിക്കണ ഇന്ന് തോട്ടം കാണാൻ പോണോന്നാ, അതുകൊണ്ട് ഞാൻ റെഡി. അങ്ങനെ നമ്മുടെ ബൈജു ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് സ്റ്റാൻലി ഒക്കെ റെഡിയായി ഇറങ്ങിയെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മുടെ ബൈജു താക്കോലും എടുത്തുകൊണ്ട് ചെല്ലുകയാണ്. അപ്പോഴേക്ക് സ്റ്റാൻലി ബൈജുവിന്റെ അടുത്ത് പറഞ്ഞു, എടാ ബൈജു താക്കോലിങ്ങി തന്നേന്ന് പറഞ്ഞു. അല്ല സാബ് ഞാൻ വണ്ടി ഓടിക്കണ്ടേ, വേണ്ട ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞു. അല്ല സാബ് അത് നിന്നോട് താക്കോൽ ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ജീപ്പ് എടുക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ അലീനയും അവതക്കുട്ടിച്ചായനും റെഡി ആയിട്ട് വരെയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കി, എന്നിട്ട് അലീനേനെ ഫ്രണ്ടിൽ ഇരുത്തുകയാണ്, അവതക്കുട്ടിച്ചായൻ പുറകിലും കയറി. അങ്ങനെ അവരുടെ നല്ല അടിപൊളിയായിട്ടുള്ള യാത്ര അങ്ങോട്ട് തുടങ്ങിയാണ്. ഇതേ സമയം ബൈജുവിന് ഇടിവെട്ടി കണക്കായി പോവാണ്. ഇക്കണക്കിന് പോവണമെങ്കിൽ തൻ്റെ പണി ഇവിടെ നിന്ന് പോകും ഉറപ്പായ
കാര്യം തന്നെ. അപ്പൊ നമ്മുടെ പൗലോസും ആൻ്റപ്പനും ബൈജുവും കൂടെ തീരുമാനിക്കുന്നു ഇതിനെന്താ ഇനി ചെയ്യണത്. ഈ ഔതക്കുട്ടിച്ചായൻ വന്നു കഴിഞ്ഞാൽ എവളുടെ കാര്യത്തിനൊരു തീരുമാനം ആകൂന്ന് കരുതിയിരുന്നതാ. എവിടെ ഇപ്പൊ ദേ കണ്ടില്ലേ, അങ്ങേര് ഇളിച്ചോണ്ട് ദേ പോണു അവളെ കൂടെ. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. അപ്പൊ നമ്മുടെ പൗലോസ് പറഞ്ഞു എന്റെ പണിയുടെ കാര്യവും ഉറപ്പാടാ, മിക്കവാറും ഞാനും പുറത്തു പോകേണ്ടി വരുമെന്ന് ഇങ്ങനെ പൗലോസും പറയണ്. അപ്പം ബൈജു പറഞ്ഞു ഇനി ഇതിനൊരൊറ്റ പോംവഴിയേ ഉള്ളൂ ഞാൻ ആലോചിച്ചിട്ട്, സാബിന്റെ ഭാര്യയും മക്കളെയും എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങൾ അറിയിക്കുക, എന്നിട്ട് അവര് വന്നു കഴിഞ്ഞാൽ രണ്ടിലൊന്ന് തീരുമാനമാകുമെന്ന് ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവർ അതിലേക്ക് വേണ്ടുന്ന ചില തന്ത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്യണ്. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നല്ല എൻജോയ് ചെയ്ത് അങ്ങനെ പോകണം കേട്ടോ. അപ്പൊ ഔതക്കുട്ടി ചൈന അലീനയൊക്കെ ചില കോമഡികളും കുറച്ച് നമ്പറൊക്കെ ആയിട്ട് ഭയങ്കര രസത്തിലാ പോണത്. അലീനക്ക് ചിരി വന്നിട്ട് പാടില്ല കേട്ടോ, എന്നിട്ടും ചിരിക്കുക, ഔതക്കുട്ടി ചൈനയും ചിരിക്കണം. അപ്പൊ ഇവരുടെ കോമഡി കേട്ടിട്ട് സ്റ്റാൻലി ആദ്യമൊക്കെ മസിൽ പിടിപ്പിച്ചിരുന്നെങ്കിലും അവസാനം ഇവരുടെ തമാശ കേട്ട് സ്റ്റാൻലി പോലും ചിരിച്ചു പോവുകയാണ്. അപ്പൊ ഇത് അലീനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ മഴത്തോരും മുംബൈയിൽ നാളെ വരുന്ന പ്രൊമോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. 6 മണിക്ക് നമ്മുടെ സാന്ത്വനം 2ന്റെ നാളത്തെ വിശേഷം വൈകിട്ട് 6 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.